നമസ്കാരം, വണ്ടിമച്ചാന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പൊ ഞാന് ഇത് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാലേ ടാറ്റയുടെ ഒരു സ്കൂൾ ബസ്സിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ടാറ്റയ്ക്ക് സ്കൂൾ ബസ് ഇനത്തിലെ ഒരുപാട് ടൈപ്പ് വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വണ്ടി സിറ്റി റൈഡ് വിഭാഗത്തിൽപ്പെട്ട ACGL വിഭാഗത്തിൽപ്പെട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വണ്ടികൾ സ്കൂൾ ബസ്സുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ടാറ്റയ്ക്ക് തന്നെ മാർക്കോ പോളോയിലും ഇത് വരുന്നുണ്ട്. ഇത് ACGL ഇതില് സിറ്റി റൈഡ് വിഭാഗത്തിൽ വരുന്ന വണ്ടിയാണ്. അപ്പൊ ബോഡിക്ക് മാത്രം വ്യത്യാസം ഉണ്ട് മാത്രം. ACGL ബോഡി, അതാണ് അതിന്റെ ഒരു വ്യത്യാസം. മറ്റേത് മാർക്കോ പോളോ ബോഡിയാണ്. അപ്പോ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്കിത് നോൺ AC വിഭാഗത്തിലും AC വിഭാഗത്തിലൊക്കെ നമുക്ക് സ്കൂൾ ബസ് അവൈലബിൾ ആണ് കേട്ടോ. പല സീറ്റിംഗ്, അതായത് 20 സീറ്റ് മുതൽ മുകളിലേക്ക് എത്ര സീറ്റ് വരെയും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത 68 സീറ്റ് വരെ, 40 സീറ്റ് തൊട്ട് 68 സീറ്റ് വരെയൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഇനി ഇതിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. അതിന്റെ ഓരോ ലുക്ക് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ, ഗ്ലാസിന്റെ ഏരിയ, അതുപോലെ തന്നെ ബോണറ്റിന്റെ ഹുഡിന്റെ ഭാഗം കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. അതിന്റെ ഒരു ഏരിയ മൊത്തം കാണാനൊക്കെ ആയിട്ട് ആ ഗ്ലാസ് പോർഷനൊക്കെ ഏരിയ കഴിഞ്ഞാൽ താഴെ ഗ്രില്ലിന്റെ പോർഷൻ, പിന്നെ ഹെഡ് ലാമ്പ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ നല്ല ഒരു എന്താ പറയാ, നല്ല ലുക്ക് ആയിട്ടുണ്ട് വണ്ടി കാണാൻ. പിന്നെ ടാറ്റയുടെ എംബ്ലം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സൈഡ് മോഡലായിട്ട് സ്കൂൾ ബസ് നമുക്ക് അവിടെ ഒരു എംബ്ലം അല്ലെങ്കിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടി സീരീസ് പറയുകയാണെങ്കിൽ, ബസ് മോഡൽ സീരീസ് പറയുകയാണെങ്കിൽ ഇത് LP812/52 സീരീസിൽ വരുന്ന വണ്ടിയാണ്. ഇതിന്റെ വീൽ ബേസ് ഓവറോൾ വരുന്നത് 5200 വീൽ ബേസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എഞ്ചിൻ വരുന്നത് ടാറ്റയുടെ 4SBCR സീരീസിൽ വരുന്ന എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എഞ്ചിൻ പവർ വരികയാണെങ്കിൽ 2800 RPM ഇതിന്റെ പവർ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എഞ്ചിൻ ടോർക്ക് നോക്കുക വെച്ചാൽ 350 Nm ടോർക്കാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 1400-2400 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യണേ. ക്ലച്ച് 310 ഡയമീറ്റർ ക്ലച്ച് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഗിയർ ബോക്സ് വരുന്നത് കേബിൾ ഷിഫ്റ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യണത്. 5+1 ഇതിന്റെ ഗിയർ ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെ വരണേ കേട്ടോ. പിന്നെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വണ്ടിയുടെ വന്നിട്ടുള്ള സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഒരു ഫോട്ടോ ഗ്ലാസ് സംഭവം കാണാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീലിന്റെ ആ ഒരു ഭാഗം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ എയർ ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പാരാബോളിക് സസ്പെൻഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു എന്താ പറയാ, നമ്മൾ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നമുക്ക് സ്കൂൾ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു രീതികളുണ്ടല്ലോ, അതിൻ്റെതായ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വേണം. അപ്പൊ ഈ വണ്ടിക്ക് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ അവര് പ്രാധാന്യം ചെയ്തിട്ട് തന്നെയാണ് ഈ വണ്ടി നിരത്തിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ സ്കൂൾ ബസ് മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ചിട്ട് കുറെ കൂടി നമുക്ക് മാറ്റം, മറ്റുള്ള ബസ് പോലെയല്ല. അപ്പൊ ഇതിൻ്റെതായ ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ വേണം. അത് കാരണം ഇത് വളരെ ചെറിയ കുട്ടികളൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശ്രദ്ധ അവർ നന്നായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ വണ്ടി പുറത്ത് ഇറക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുമ്പോൾ പവർ സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. ടിൽറ്റും ടെലിസ്കോപ്പിക് ആണ് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ബാറ്ററി 12 വോൾട്ടിന്റെ ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ആൾട്ടർനേറ്റർ 75 ആൾട്ടർനേറ്ററും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിലേക്ക് കയറാനുള്ള ആ ഡോറിന്റെ ആ ഭാഗവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമുക്കത് പിന്നീട് നമുക്ക് അതിലേക്ക് കിടക്കാം. ഓവറോൾ വണ്ടിയുടെ ലുക്ക് ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഇതായിരിക്കുമല്ലോ, ഈ ഒരു യെല്ലോ തീമിൽ തന്നെയാണല്ലോ ഇപ്പൊ നമുക്ക് ഒരു സ്കൂൾ ബസ് അല്ലെങ്കിൽ കോളേജ് ബസ് നമുക്ക് നിരത്തിൽ ഇറക്കാൻ പറ്റുക. അപ്പോ അത് അങ്ങനെയുള്ള ഒരു സംഭവമായിട്ട് തന്നെ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് ആണ് സൈഡിൽ കാണുന്നത്. അവിടെ മറ്റേ ഗ്രില്ല് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടില്ല. അത് എമർജൻസി എക്സിറ്റിന്റെ ഭാഗമായ കാരണമാണ് അവിടെ അത് കൊടുത്തിട്ടില്ല. ബാക്കിൽ വരുമ്പോഴും അവിടെ നമുക്കൊരു എമർജൻസി എക്സിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് പുറത്തുനിന്നും നമുക്ക് പിടിച്ച് കയറാനോ ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തും ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മുടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ഫ്യൂവൽ ടാങ്ക് യൂസ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഡെഫ് ടാങ്ക് കപ്പാസിറ്റി 18 ലിറ്റർ ആണ് വന്നിട്ടുള്ളത്. മാക്സിമം ഗ്രോസ് വെയിറ്റ് 8500 ആണ് ഇതിന്റെ ഗ്രോസ് വെയിറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഡ്രൈവിംഗ് സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു സീറ്റിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നമുക്ക് ഉള്ളിൽ ഒന്ന് ഇതിന്റെ വാക്ക് ത്രൂ ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് വാക്ക് ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു 3+2 ലേഔട്ടിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. പിള്ളേരെ കാരണം ഒരു 3-4 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. പിന്നെ ബാക്കിൽ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു എമർജൻസി എക്സിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ കാണിക്കാനായിട്ടൊരു സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്.
അതനുസരിച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യാന്ന് കാണാൻ പറ്റും. പിന്നെ ബാക്ക് സീറ്റിന്റെ അവിടെ നമുക്ക് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലൈഡിംഗ് ഗ്ലാസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ 2 പില്ലറിന്റെ മുകളിലും GPS സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് താഴെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടല്ലോ, നമുക്ക് സോറി അതാ വിചാരിക്കുക, അതല്ല, നമുക്ക് ബാഗ് കാര്യങ്ങളൊക്കെ കുട്ടികളുടെ വെക്കാനും പുസ്തകങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം അടിയിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഗ്രോസ് വെയിറ്റ് ഞാൻ പറഞ്ഞു 2500 ഇതിന്റെ ഗ്രോസ് വെയിറ്റ് ആകെ വരുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി 42 സീറ്റിലും 50 സീറ്റിലും 59 സീറ്റിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ AC നോൺ AC ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പൊ ഫയറിന്റെ ഒരു സംഭവം വരുന്നുണ്ട്. ഇപ്പൊ ഇത് നിർബന്ധമാണ് ഈ ഫയറിന്റെ യൂണിറ്റ് വേണമെന്ന്. അപ്പോൾ ഈ ഫയർ ഇല്ലാതെ ഇപ്പൊ ഒരു വണ്ടിയും പുറത്തേക്ക് ഇറങ്ങണില്ല. ബോഡി കോഡ് ആയിട്ടുള്ള ഒരു വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ GPS സിസ്റ്റം വേണമെന്ന് പറഞ്ഞ പോലെ ബോഡി കോഡ് ഉണ്ട്. ബോഡി കോഡ് പോലെ തന്നെ നമുക്ക് ഫയറിന്റെ ആ ഒരു സിസ്റ്റം കൂടി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് വണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുള്ളൂ. അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം. പിന്നെ ഇതിന്റെ ഓവറോൾ ലെങ്ത് 9750 ആണ് ഇതിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. റിയർ ഓവർ ഹാങ് 3720 ആണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറും അതുപോലെ തന്നെ എയർ ഡോറും ആണ്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ ഒരു സീറ്റും പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. മൊത്തത്തിൽ ഇതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇതില് ഗ്രൗണ്ട് ക്ലിയറൻസ് 180 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. AC നോൺ AC അവൈലബിൾ ആണ്, നേരത്തെ പറഞ്ഞല്ലോ. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ വണ്ടിയെ കുറിച്ച് നമുക്ക് പറയാനുള്ള ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഏതായാലും എമർജൻസി ഒരു ബട്ടണും കാര്യങ്ങളോടുള്ള ഒരു പില്ലർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്കത്. പിന്നെന്താ, നമ്മളിതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? മാക്സിമം വിഡ്ത്ത് നമ്മൾ പറഞ്ഞില്ലേ, വിഡ്ത്ത് 2340 ആണ് ഇതിന്റെ ഓവറോള് വിഡ്ത്ത് വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ടാറ്റയുടെ സ്കൂൾ ബസിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഫ്രണ്ടിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രണ്ട് ഡോറിന്റെ ഭാഗമായ കാരണമായിരിക്കും മേ ബി അവിടെ ഒരു സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിലായിട്ട് ഇതുപോലെ ഹാമേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പുറത്തുനിന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരു ആ ഭാഗം എമർജൻസി എക്സിറ്റിന്റെ പോർഷൻ ആണ്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ആ ഫ്രണ്ട് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രാൻസ്മിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, 5+1 ആണ് അതിലെ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോ ഇതാണ് ഇതിന്റെ ഡിജിറ്റലി അനലോഗ് ആയിട്ടുള്ള നമ്മുടെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഓവറോള് വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഇതില് പവർ സ്വിച്ച്, എക്കോ സ്വിച്ച്, ഹെവി മോഡ്, ലൈറ്റ് മോഡ് അങ്ങനെയുള്ള സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് മറ്റേ ടാറ്റയുടെ വണ്ടിയിൽ വരുന്ന പോലെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വന്നിട്ടുള്ളത്. മുകളിലായിട്ടൊരു ഡ്രൈവർക്കായിട്ടൊരു ഫാന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഓവറോള് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വണ്ടി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. ടാറ്റ അബ്രിക്കോ മോട്ടോഴ്സ് എന്നാണ് നമുക്ക് ഈ വണ്ടി വിട്ടു തന്നിട്ടുള്ളത്. അപ്പൊ അബ്രിക്കോ മോട്ടോഴ്സിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാം. ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇതിൽ വീഡിയോയിൽ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്.